ഹേമ മാലിനി സത്യം തുറന്നു പറയുമ്പോൾ 141 MP-മാർ പുറത്താക്കിയതിന്റെ യഥാർത്ഥ കാരണം കൂടിയാണ് ലോകമറിയുന്നത്. പ്രതിപക്ഷമില്ലാത്ത പാർലമെന്റാണ് BJP വിഭാവനം ചെയ്യുന്ന ഇന്ത്യ എന്ന് നമുക്കെല്ലാം അറിയുന്നതാണ്. ഹിന്ദുത്വത്തിന്റെ ആശയം മുറുകെ പിടിച്ചുകൊണ്ട് രാജ്യത്തെ വിഭജിച്ച് വോട്ട് പെട്ടിയിലാക്കിയ BJPയും അതുവഴി അധികാരത്തിലേറിയ മോദിയുമാണ് ചോദ്യങ്ങളെ ഇഷ്ടപ്പെടുന്നേയില്ല, പ്രത്യേകിച്ച് അവർക്ക് വീഴ്ച പറ്റിയ കാര്യങ്ങളിൽ. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. പാർലമെന്റിൽ BJP MP മൂലമുണ്ടായ ഗുരുതര വീഴ്ചയുടെ ഫലമായി പാർലമെന്റിൽ അരങ്ങേറിയ ആക്രമണത്തിന് മറുപടി പറയാനായി നിരവധി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ഇത്തവണ നടുത്തളത്തിലേക്ക് ഇറങ്ങിയത്. എന്നാൽ പിന്നീട് കണ്ടത് ഇവരെല്ലാം ഒന്നടങ്കം സഭയ്ക്ക് പുറത്തു നിർത്തുന്ന കാഴ്ചയാണ്. ഇവിടെയാണ് ഹേമ മാലിനി പറയുന്നത് അവർ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വിചിത്രമായ രീതിയിൽ പെരുമാറി എന്ന്. മാലിനിയുടെ ഈ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് തന്നെ വെളിവായിരിക്കുന്നത് സഭക്കകത്ത് മോശമായി ചട്ടവിരുദ്ധമായി പെരുമാറി എന്നതാണ്, അഥവാ ചോദ്യങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് എന്ന് ചുരുക്കം. BJPയുടെ അക്രമ രാഷ്ട്രീയത്തിന് ഇതിലും വലിയ തെളിവ് ഇനിയും എന്താണ് വേണ്ടത്? പാർലമെന്റ് തടസ്സപ്പെടുത്തി മോദിയെയും BJPയെയും പിഴുതെറിയുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യമെന്നും അവർ പുറത്താക്കി എങ്കിൽ അവർ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കാണുമെന്നുമാണ് ഹേമ മാലിനി പറഞ്ഞവസാനിപ്പിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ എന്താണ് തെറ്റ് എന്നതറിയാമോ? അത് ജനാധിപത്യത്തിന്റെ അവകാശമായ ചോദ്യങ്ങൾ ചോദിക്കൽ തന്നെയാണ്. അതാണിപ്പോൾ വിചിത്രമായ രീതിയിൽ പെരുമാറി എന്ന് ഹേമ മാലിനി അടക്കമുള്ള BJPക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്നതും. കോൺഗ്രസ് ഭരണപക്ഷത്തും BJP പ്രതിപക്ഷത്തുമായി ഇരുന്ന വേളയിൽ ഒന്നും തന്നെ ഒരു പ്രതിപക്ഷത്തിന്റെയും ചോദ്യത്തെ ഭയന്നുകൊണ്ടോ അത്തരമൊരു തീരുമാനം വിചിത്രമെന്നോ പറഞ്ഞുകൊണ്ട് കൂട്ടത്തോടെ പുറത്താക്കലിലേക്ക് ഇന്ന് വരെ കോൺഗ്രസ് പോയിട്ടില്ല. അവിടെയാണ് ജനാധിപത്യത്തെയും നീതിന്യായത്തെയും നോക്കുകുത്തിയാക്കി ചട്ടങ്ങൾ അത്രയും ലംഘിച്ച് എന്ന കഥയും അടിച്ചിറക്കിക്കൊണ്ട് മോദിയും അമിത്ഷായും രംഗത്ത് വരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ചട്ടങ്ങൾ അത്രയും ലംഘിച്ചത് മോദിയും അമിത്ഷായുമാണ്. കാരണം പാർലമെന്റിൽ സമ്മേളനം നടക്കുമ്പോൾ പുറത്ത് വാർത്താ മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ നൽകുന്നത്, അതും രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയത്തിൽ സഭയ്ക്കകത്ത് യാതൊരു മറുപടിയും നൽകാതെ. ഇത് തന്നെയാണ് തീർത്തും ചട്ടലംഘനം.